ടു ടിൻസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാട റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിവിടെ 5 കാടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കാം. ഇനി നമുക്ക് ഈ കാടകളെല്ലാം 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് കണ്ടോ, വേപ്പിലയിൽ ഒരു പുഴു ഇരിക്കണേ. ഇത് വേപ്പില കഴിച്ച് ഇത്രയും വലുതായി. ഇനി നമുക്കിതിന് മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വേപ്പിലയും മുളകും ഇഞ്ചിയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ സവാള പൊരിച്ചുകോരി എടുക്കാനുള്ളതാണ്. ഇത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി എടുക്കണം. ഇത് ഞങ്ങൾ കുറച്ച് മൂത്ത് പോയി. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2 കയ്യിൽ എണ്ണ മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പൊരിച്ചു കോരി വെച്ച സവാള നമുക്കിനി ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊരിച്ചു വരി വെച്ച സവാളയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ കാടകളേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇച്ചിരി സോയാ സോസും ചില്ലി സോസും ആഡ് ചെയ്തെടുക്കാം. കുറച്ച് ഗരം മസാല പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. നമുക്കിനി മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.